ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അക്ക എന്ന് പറഞ്ഞിട്ടൊരു പടം നെറ്റ്ഫ്ലിക്സിലൂടെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് വന്നിരിക്കുകയാണ്. രാധിക ആപ്റ്റെയും കീർത്തി സുരേഷാണ് മെയിൻ കഥാപാത്രങ്ങളായി എത്തുന്നത്. ഒരു ടീച്ചർ പോലെയാണ് ഇറക്കിയിട്ടുള്ളത്, ഫസ്റ്റ് ലുക്ക് ടീച്ചർ എന്നുള്ള രീതിയിൽ. പിന്നെ 2K ലവ് സ്റ്റോറി എന്ന് പറഞ്ഞ റിലീസ് ഫെബ്രുവരി 14 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ 4th സിംഗിൾ അത് ഇന്ന് 5 മണിക്ക് വരും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ഇതുവരെ ഉലകമോ എന്നാണ് പാട്ടിന്റെ പേര് കൊടുത്തിട്ടുള്ളത്. പിന്നെ ലൈല എന്ന് പറഞ്ഞതിന്റെ ട്രെയിലർ ഫെബ്രുവരി 6 പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചിട്ടുണ്ട്, എന്ന് വെച്ചാൽ നാളെ. പിന്നെ പടത്തിന്റെ 10 days to go പോസ്റ്റ് വന്നിട്ടുണ്ട്, അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ മാഡ് സ്ക്വയർ എന്ന് പറഞ്ഞ റബ മോണിക്ക ജോണിന്റെ ബർത്ത്ഡേ ആയിട്ട് ബർത്ത്ഡേ വിഷ് കൊണ്ട് പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. 2 hours സ്വാതി റെഡ്ഡി എന്നാണ് കൊടുത്തിട്ടുള്ളത്. പടത്തിൽ തള്ളുപേര് സ്വാതി റെഡ്ഡി എന്നാണ്. പിന്നെ കുബേര എന്ന് പറഞ്ഞതിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ശേഖർ കമലയുടെ ബർത്ത്ഡേ ആയിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. പിന്നെ ക്രൈഗ് സ്കീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു പോസ്റ്റർ ഞാൻ സ്ക്രീനിൽ എടുക്കാം. ഫെബ്രുവരി 28 പടം റിലീസ് ആകാൻ പോകുന്നത്. പിന്നെ ഹിറ്റിലെ തേർഡ് കേസ് എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് റിപ്പബ്ലിക്കിന്റെ പോസ്റ്റർ വന്നായിരുന്നു, ഗംഭീര പോസ്റ്റർ ആയിരുന്നു. ഇവരെ എല്ലാ പോസ്റ്റേഴ്സും ഗംഭീരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത്രയും ക്വാളിറ്റിയിലുള്ള പോസ്റ്റേഴ്സ് തന്നെയാണ് ഇവർ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഹരിഹര വീരമല്ലു എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് കോവിഡികളുടെ ബർത്ത്ഡേ വെച്ചുകൊണ്ട് പോസ്റ്റർ ഇറക്കിയത് ഞാൻ കാണിച്ചാന്നുള്ള ഓർമ്മയില്ല, അതുകൊണ്ട് ഒന്നുകൂടി കാണിച്ചത് മാത്രം. പിന്നെ JSK എന്ന് പറഞ്ഞിട്ടുള്ള സുരേഷ് ഗോപി അനുപമ പരമേശ്വരനും മെയിൻ കഥാപാത്രങ്ങളായി എത്തുന്ന പടം. ആ പടം ഈ സമ്മറിനാണ് റിലീസ് ആവാനുള്ള അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഏപ്രിൽ ആ സമയത്തായിരിക്കും റിലീസ് ഉണ്ടാവുക. പിന്നെ അഖണ്ഡ 2 എന്ന് പറഞ്ഞിട്ടുള്ള നണ്ടപൂർ ബാലകൃഷ്ണയുടെ ഇനി വരാൻ പോണ പടത്തിൽ സംയുക്ത മേനോൻ ഓൺബോർഡ് ആയിട്ടുണ്ടെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ആലപ്പുഴ ജിംഖാന എന്ന് പറഞ്ഞ പടത്തിലത്തെ ഷോൺ ജോയുടെ പേര് കിരൺ എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. അതേമാതിരി നെസ്ലൻ ഗഫൂറിന്റെ പേര് ജോജോ ജോൺസൺ എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ധൂം സീരിയസിൽ എപ്പോഴും പോലീസായി എത്തിയിരുന്ന അഭിഷേക് ബച്ചനും വേറെ ആളുകളും, പക്ഷേ ധൂം 4 വരുമ്പോൾ വിക്കി കൗശലായിരിക്കും പോലീസ് കഥാപാത്രമായിട്ട് എത്തുന്നുള്ള കേൾക്കുന്നുണ്ട്. പിന്നെ കാഞ്ചന 4 എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ബഡ്ജറ്റ് 120 കോടിയാണെന്നൊക്കെയുള്ളതാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഗംഭീരമായി വരട്ടെ. രാഘവ് ലോറൻസിന്റെ പടമാണ്. പിന്നെ പർദ്ദ എന്ന് പറഞ്ഞിട്ടൊരു പടം വരുന്നുണ്ട്, അതിന്റെ മലയാളം തിയേറ്ററുകൾ റിലീസ് എടുത്തിട്ടുള്ളത് ഫർ ഫിലിംസ് ആണെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് വരുന്നുണ്ട് ഡിസ്നി+ ഹോട്ട്സ്റ്റാറിലൂടെ. നീരജ് മാധവും അജു വർഗീസും ഒക്കെ ആയിട്ട് വരുന്ന പടമാണ്. അപ്പോൾ പടത്തിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ഉണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പ്രേംജി അഭിനയിക്കുന്ന പടം വെല്ലമ്മൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പോസ്റ്റർ ഉണ്ട്. പിന്നെ കമൽഹാസ് ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിഫറെന്റ് ടൈപ്പ് എന്നുള്ള രീതിയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഈ കമൽഹാസിന്റെ 237ാമത്തെ പടത്തിന്റെ സ്ക്രിപ്റ്റ് എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്ന് വെച്ചാൽ അൻബർ ഡയറക്ഷൻ ചെയ്യുന്ന പടം. പിന്നെ സായി അഭ്യനിക്കറിന്റെ 3ാമത്തെ ഒരു പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്, ചിത്തിരി പുത്തിരി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്. നല്ല പാട്ട് തന്നെയാണ്, പക്ഷേ മറ്റേ ഫസ്റ്റത്തെ സെക്കൻഡാമത്തെ ആസെ കൂടെ കച്ചിസേര ഈ രണ്ടിന്റെ അടുത്തെത്തിയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ശരി പറയുകയാണെങ്കിൽ. നിങ്ങൾക്ക് എങ്ങനെയെന്നുള്ള താരം കമന്റ് ചെയ്യുക. പിന്നെ ആശീർവാദ് സിനിമാസിന്റെ 25th ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് ഒരു ഇവന്റ് ഒക്കെ നടന്നായിരുന്നു. LT എമ്പുരാന്റെ ടീച്ചർ ലോഞ്ചും കൂടിയിട്ട്. അപ്പോൾ അതിന്റെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. എന്തായാലും LT എമ്പുരാൻ എന്ന് പറഞ്ഞതിന്റെ ഫൈനൽ കട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള അറിയിച്ചുകൊണ്ട് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. പൃഥ്വിരാജ് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നാണ്. എന്തായാലും സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഡൊമിനിക് എന്താ ലേഡീസ് പേഴ്സ് എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ പടത്തിലത്തെ ഈ രാത്രി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടിന്റെ വീഡിയോ സോങ് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞ പടത്തിന്റെ OST പുറത്തിറക്കിയിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ പടം ആമസോൺ പ്രൈമിലൂടെ ഫെബ്രുവരി 7 OTT റിലീസ് ആവുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. തെലുങ്ക്, തമിഴ്, കന്നഡ ഈ 3 ഭാഷയിലാണ് പുറത്തിറങ്ങിയത്. പിന്നെ തണ്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള നാഗചൈതന്യൻ്റെ പടത്തിന്റെ പ്രീ റിലീസ് ഇവന്റ് ഉണ്ടാവും എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സന്ദീപ് റെഡ്ഡി വാങ്ങി അല്ലു അർജുനാണ് വന്നിട്ടുണ്ടായിരുന്നത് ഗസ്റ്റ് ആയിട്ട്. എന്തായാലും ഇപ്പോൾ പടത്തിന്റെ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയെന്ന് അറിയിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. അതേമാതിരി 3 days to go പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ഭവനി വാർഡ് 1997 എന്ന് പറഞ്ഞ പടത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ നിറം മാറും ഉലകിൽ എന്ന് പറഞ്ഞിട്ടുള്ള പടം. ആ പടത്തിലത്തെ വിജി ചന്ദ്രശേഖറിന്റെ പേര് വിജയ് എന്നുള്ളതെന്ന് അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഫാന്റാസ്റ്റിക് 4 എന്ന് പറഞ്ഞിട്ടുള്ള മാർവൽ സ്റ്റുഡിയോസിന്റെ വരാൻ പോണ പടം. അതിന്റെ ടീച്ചർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാത്ത ടീച്ചറായിട്ടാണ് തോന്നിയത്. പിന്നെ സിദ്ധാർത്ഥിന്റെ 40ാമത്തെ പടത്തിന്റെ ടൈറ്റിൽ ടീച്ചർ വരാൻ പോവാണ്, അത് ഇന്ന് 6 മണിക്കാണെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ നേശിപ്പയ്യ എന്ന് പറഞ്ഞ പടത്തിന്റെ തൊലഞ്ച മനസ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫുൾ വീഡിയോ സോങ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ഇടിയും മഴ കാറ്റ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഒഫീഷ്യൽ ടീച്ചർ പുറത്തിറങ്ങി. പിന്നെ പുഷ്പ 3 വരാൻ പോവാണ്. പുഷ്പ 3 അല്ല, ഞാൻ വെറുതെ പറഞ്ഞാണ്. കർമ്മസ്ഥലം എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ഒരു പോസ്റ്റർ വന്നിരിക്കുകയാണ്. കണ്ടിട്ട് പുഷ്പലത്തെ നല്ലൊരു തന്നെയാണ് ഓർമ്മ വരുന്നത്. പിന്നെ ബ്രഹ്മൻസ് എന്ന് പറഞ്ഞ പടത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിരുന്നു. നല്ല ട്രെയിലറാണ് ഞാൻ പറഞ്ഞിരുന്നു. എന്തായാലും ഇപ്പോൾ ട്രെൻഡിങ്ങിലൊക്കെയാണ്, കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടു നോക്കുക. പിന്നെ മച്ചാന്റെ മലക എന്ന് പറഞ്ഞ പടത്തിലത്തെ കറക്കം എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടിന്റെ വീഡിയോ സോങ് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ആര്യം എന്ന് പറഞ്ഞിട്ടുള്ള വിഷ്ണു വിശാല അഭിനയിക്കുന്ന പടത്തിന്റെ ഷൂട്ട് കംപ്ലീറ്റ് ആയി എന്നുള്ള അറിയിച്ചുകൊണ്ട് പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ നിലാവുക്ക് എന്മേൽ എന്നാടി കോപം എന്ന് പറഞ്ഞ പടത്തിലത്തെ പുള്ള എന്ന് പറഞ്ഞിട്ടുള്ള 4ാമത്തെ പാട്ട്, ആ പാട്ട് ഇന്നലെ 6 മണിക്ക് വരും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന്റെ 2 പോസ്റ്റേഴ്സ് വന്നിരുന്നു. ഒന്ന് ജയപ്രകാശ് ആയിട്ടുള്ളതാണ്, ബാക്കി അതിലത്തെ സ്റ്റാർസ് ഒക്കെ കൂടിയിട്ട് നിൽക്കുന്ന ഒരു രീതിയിലുള്ള പോസ്റ്റർ ആയിരുന്നു. എന്തായാലും പാട്ട് പുറത്തിറങ്ങിയിട്ട് ഒരു കുഴപ്പമില്ലാത്ത പാട്ടായിട്ടാണ് തോന്നിയത്. ഈ പടത്തിലത്തെ ഫേവറേറ്റ് പാട്ട് എന്ന് പറയുന്നത് കാതൽ ഫെയിലും അതേമാതിരി ഗോൾഡൻ സ്പെയർ ആണ്. പിന്നെ ആലംബനം എന്ന് പറഞ്ഞ മാർച്ച് 7 2025 പുറത്തിറങ്ങുള്ള അറിയിച്ചുകൊണ്ട് പുതിയ പോസ്റ്റർ വന്നു. പിന്നെ കോർട്ട് സ്റ്റേറ്റ് VSA നോബഡി എന്ന് പറഞ്ഞിട്ടുള്ള പടം ഞാൻ പ്രസന്റ് ചെയ്യുന്ന പടമാണ്. അവിടത്തിലത്തെ ക്യാരക്ടർ പോസ്റ്റേഴ്സ് വന്നിരുന്നു. അപ്പോൾ അതിലത്തെ അടുത്ത വന്നിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ രേഖാചിത്രം എന്ന് പറഞ്ഞിട്ടുള്ള ആസിഫലിൻ്റെ പടം 75 കോടിയിലും കൂടുതൽ കളക്ഷൻ നേടിയെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ബിസിനസ്സും കൂട്ടിയിട്ടാണ്. പിന്നെ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പടം മാധവനും സിദ്ധാർത്ഥും നയൻതാര അഭിനയിക്കുന്ന പടമാണ്. അവിടത്തിന്റെ ടീച്ചർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ഡൈനിങ് വിത്ത് ദ കപ്പോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നെറ്റ്ഫ്ലിക്സ് സ്പെഷ്യലായിട്ടുള്ള സംഭവം വരുന്നുണ്ട്. അപ്പോൾ കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റർ കണ്ടിട്ടുണ്ട്. പിന്നെ ശബ്ദം എന്ന് പറഞ്ഞിട്ടുള്ള പടം ഫെബ്രുവരി 28 റിലീസ് ആവുന്നുള്ള അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ഇറക്കി. പിന്നെ ഹരിഹര വീരമല്ലു എന്ന് പറഞ്ഞ പടത്തിന്റെ സെക്കൻഡ് സിംഗിൾ ഈ ഫെബ്രുവരി 14 ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും എൻ്റെ ഒരു പുതിയ പോസ്റ്റർ കണ്ടിട്ടുണ്ട് പവർ സ്റ്റാർസ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ട്. പിന്നെ ഫയർ എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി 14 റിലീസ് ആവുന്നുള്ള അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ഇറക്കി. പിന്നെ ദേവ എന്ന് പറഞ്ഞിട്ടുള്ള ഷാഹിദ് കപൂർ അഭിനയിച്ച പടം ആ പടത്തിന്റെ കളക്ഷൻ 38.30 കോടിയെന്നുള്ള അറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പടം മെയ് 16 റിലീസ് ആവുന്നുള്ള അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ഇറക്കി.
പിന്നെ മോഹൻലാലിൻ്റെ വൃഷഭം എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്നു. എന്തായാലും ഇപ്പോൾ റാപ്പായിട്ടുണ്ട് എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പടത്തിൻ്റെ റിലീസായി പറഞ്ഞിട്ടുള്ളത് ഒക്ടോബർ 16 തീയതിയാണ് ഈ വർഷം തന്നെ. എന്താവും എന്നുള്ള കണ്ടറിയാം. പിന്നെ കണ്ണപ്പ എന്ന് പറഞ്ഞ പ്രഭാസിൻ്റെ പോസ്റ്റർ വരുമെന്ന് പറഞ്ഞായിരുന്നു, വന്നിട്ടുണ്ട്. ആളുടെ ഇതിലത്തെ പേര് രുദ്ര എന്നുള്ളതായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അഖിൽ സത്യം ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, മോഹൻലാലും സത്യാന്തികാട് കൂടിയിട്ട് ഒരുമിച്ചിരിക്കുന്ന രീതിയിൽ 1 week to go എന്നുള്ള രീതിയിൽ താഴ്ത്തു കൊടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഫെബ്രുവരി 10 പടത്തിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ജിത്തു ജോസഫ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ആസിഫലിനെ വെച്ചിട്ടാണ് ഒരു പടം മിറേജ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ബിജു മേനോനും ജോർജിനെ വെച്ചിട്ട് എടുക്കുന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. ട്രൂമറാണ്, കൺഫേം ആയിട്ടൊന്നുമില്ല. പിന്നെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള ദിലീപ് അഭിനയിക്കുന്ന പടം, അവിടുത്തെ ഒഫീഷ്യൽ തീം പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ടീച്ചർ പോലത്തെ സംഭവം. തീം എന്ന് പറയാൻ പറ്റില്ല. തീം എന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ നമ്മൾ മ്യൂസിക്കിനാണ് പറയല്, പക്ഷേ ഇത് ടീച്ചറാണ് പുറത്തിറക്കിയിട്ടുള്ളത്. എന്തായാലും ഒരു കുഴപ്പമില്ലാത്ത രീതിയിലാണ് തോന്നിയത്. കോമഡി രീതിയിലൊന്നുമല്ല ഇതിൻ്റെ ടീച്ചർ പോയിട്ടുള്ളത്. കണ്ടറിയാൻ അങ്ങനെയൊക്കെ എന്നുള്ളത്. പിന്നെ സംക്രാന്തി വർഷം എന്ന് പറഞ്ഞ പടത്തിൻ്റെ നോർത്ത് അമേരിക്കയിലത്തെ കളക്ഷൻ 2.9 മില്യൺ പ്ലസ് ആയിട്ടുണ്ട്. അതേമാതിരി മൊത്തത്തിൽ 303 കോടി കടന്നിട്ടുണ്ട് വേൾഡ് വൈഡ് ആയിട്ട്. എന്തായാലും നല്ല കളക്ഷൻ തന്നെയാണ്. പിന്നെ പൃഥ്വിരാജും മോഹൻലാലും ഫഹദ് ഫാസിലും ഒരുമിച്ച് നിന്നിട്ടുള്ളൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. എന്തായാലും ഞാൻ വെറുതെ സ്ക്രീനിൽ കാണിക്കാം, ജസ്റ്റ് കാണിക്കണം എന്നുള്ളൂ. പിന്നെ ജയിലർ 2 എന്ന് പറഞ്ഞിട്ടുള്ള പടം രജനീകാന്ത് അഭിനയിക്കുന്നതാണ്. അവിടുത്തെ ഒരു കാസ്റ്റിംഗ് കോൾ വന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ സ്ക്രീനിൽ കാണിക്കാം, താല്പര്യമുള്ളവർ നോക്കി നോക്കുക. പിന്നെ മിറേജ് എന്ന് പറഞ്ഞാൽ ആസിഫലിൻ്റെ അടുത്ത വരാൻ പോണ പടങ്ങളിലൊന്ന് ജിത്തു ജോസഫ് എടുക്കുന്ന പടമാണ്. അപർണ ബാലമുരളിയാണ് നായികയായിരുന്നത്. അവിടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് ഇന്നലെ വരുമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ വന്നിട്ടില്ല. എന്തായാലും ആളുടെ ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞ പടത്തിൻ്റെ പോസ്റ്റർ വരുമെന്ന് പറഞ്ഞായിരുന്നു ആളുടെ ബർത്ത്ഡേ ആയിട്ട്. എന്തായാലും വന്നിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഒരു വെറൈറ്റി പോലത്തെ ഒരു പോസ്റ്റർ ആയിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ടിക്കറ്റ് ആക്കാന്ന് പറഞ്ഞിട്ട് ആളുടെ ഒരു ആക്ഷൻ ഫിലിം വരുന്നുണ്ട്. അതിൻ്റെ ഭാഗത്തുനിന്ന് എന്തായാലും ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്, സ്ക്രീനിൽ കാണിക്കാം. ഗംഭീര ഫോട്ടോ ആയിട്ടാണ് തോന്നിയത്. പിന്നെ സർക്കിട്ട് എന്ന് പറഞ്ഞിട്ട് ആളുടെ വേറെ പടം പുറത്തിറങ്ങുന്നുണ്ട്. അത് ഇപ്പോഴത്തെ റിലീസ് ഉള്ളതാണ്, ഏപ്രിലായിട്ടായിട്ട്. എന്തായാലും ആ പടത്തിൻ്റെ ഒരു ടീച്ചർ ആയിട്ട് അല്ലെങ്കിൽ ഗ്ലിംസ് ആയ സംഭവം പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു ചെറിയ സംഭവം അത്രേ ഉള്ളൂ. പിന്നെ ശിവാർത്തിൻ്റെ 23-ാം തടം SK23 AR മുരുകദോസ് എടുക്കുന്നതാണ്. അവിടത്തിൻ്റെ ടൈറ്റിൽ ടീച്ചർ ഈ ഫെബ്രുവരി 17 വരും എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും കണ്ടറിയാൻ വരുമില്ല എന്നുള്ളതൊക്കെ. പിന്നെ മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന് പറഞ്ഞ പടത്തിൻ്റെ റിലീസ് ഡേറ്റ് ഈ ഫെബ്രുവരി 14 പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ 14 റിലീസ് ആവില്ല എന്നുള്ളതൊക്കെയാണ് കേൾക്കുന്നത്. ചിലയിടത്ത് കേൾക്കുന്നത് 21 റിലീസ് ആവുന്നുള്ളതൊക്കെ, പക്ഷേ അന്നും റിലീസ് ആവില്ല. കുറച്ചുകൂടി കൂടുതലായിട്ട് നീളാനാണ് ചാൻസ് എന്നുള്ളതൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും ഇതുവരെ വന്നിട്ടില്ല, നോക്കി നോക്കാം എന്താ ഉണ്ടാവുക എന്നുള്ളത്. പിന്നെ റെട്രോ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൽ കാർത്തിക് സുബ്രാജും സൂര്യൻ കൂടിയിട്ട് ഒന്നിക്കുകയാണ്. ആ പടത്തിന് ശേഷം ഒന്നുകൂടി ഇവർ ഒന്നിക്കും എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് വേറെ പടത്തിനായിട്ട്. പിന്നെ ഈ പടത്തിന്റെ റെട്രോ എന്ന് പറഞ്ഞ പടത്തിന്റെ ഫസ്റ്റ് സിംഗിൾ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേക്ക് വരും എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. റെട്രോ എന്താന്ന് പറഞ്ഞിട്ട് ഒരു ലവ് തീമിലുള്ള മ്യൂസിക് അല്ല, കുറച്ച് റേഞ്ച് പരിപാടിയാന്ന് തോന്നുന്നുണ്ട്. റെട്രോ എന്താന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ് പുറത്തിറക്കുന്നത് എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും ഫെബ്രുവരിയിൽ വെച്ചാൽ ഈ മാസം അതിന്റെ ഡബ്ബിങ് തുടങ്ങാനും മാർച്ചിൽ അതിന്റെ പ്രൊമോഷനും സ്റ്റാർട്ട് ആവും എന്നുള്ളതാണ് കേൾക്കുന്നത്. മെയ് 1 തീയതി പടം റിലീസ് ആവുന്നത്. പിന്നെ ദുൽഖർ സൽമാന്റെ അടുത്തായിട്ട് വരാനുള്ള പടമാണ് കാന്ത എന്ന് പറഞ്ഞിട്ടുള്ള പടം. അവിടത്തെ ഫസ്റ്റ് ലുക്ക് വരും എന്നുള്ള രീതിയിൽ ഒരു അപ്ഡേറ്റ് വന്നിരുന്നു. എന്തായാലും എൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞാന്നൊക്കെ മുന്നേ നമ്മൾ അറിഞ്ഞാണ്. പിന്നെ അതിനുശേഷം ഇപ്പോൾ ആകാശം ലോക്കട്ടാര എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ അടുത്ത ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ട് അടുത്ത പടത്തിൻ്റെ. എന്തായാലും അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. എന്തായാലും കാന്ത എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ടിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് രീതിയിലുള്ള പോസ്റ്ററാണ് കിട്ടിയിട്ടുള്ളത്. എന്തായാലും ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പടത്തിൻ്റെ റിലീസായി പറഞ്ഞു കേൾക്കുന്നത് മെയ് 2025 എന്നുവെച്ചാൽ ഇനി 4 മാസം കൂടി ഉള്ളൂ. എന്തായാലും പടം ഗംഭീരാവുന്നതിന് തോന്നുന്ന ഫസ്റ്റ് ലുക്ക് കണ്ടിട്ട്. ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലത്തെ ഫസ്റ്റ് സൂപ്പർ സ്റ്റാർ MK ത്യാഗരാജ ഭഗവതാർ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ കഥയാണ് ഈ പടത്തിൽ എടുത്തിട്ടുള്ളതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും ലക്ഷ്മികാന്തൻ മർഡർ കേസ് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കഥയൊക്കെ ആയിട്ടാണ് പടത്തിൽ വരുന്നത്. പിന്നെ പടത്തിൻ്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു, അത് കളർഫുൾ ആയിട്ടുള്ള പോസ്റ്ററാണ്. എന്തായാലും 2 ഗംഭീര പോസ്റ്ററായിട്ട് തോന്നിയത്. പിന്നെ ഫെബ്രുവരി 3 എന്ന് വെച്ചാൽ ഇന്നലെ STRന്റെ കുറച്ച് പടങ്ങളുടെ അപ്ഡേറ്റ് വരുമെന്ന് പറഞ്ഞിട്ട് 3 പടങ്ങളുടെ എന്തായാലും വന്നിട്ടുണ്ട്. STR 49 ആണ്. എന്തായാലും അതിൻ്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. രാജ്കുമാർ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് പടം ഡയറക്ഷൻ ചെയ്യുന്നു എഴുതിയിട്ടുള്ളത്. പിന്നെ STR 50 അത് ഡെസിഗ്ന് പെരിയസ്വാമിയാണ് ഈ പടം എടുക്കുന്നത്. ഇത് STR 48 ആയിട്ട് മുന്നേ അനൗൺസ് ചെയ്ത പടമാണ്, അതിപ്പോൾ STR 50 ആയി. എന്തായാലും STR 51 അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇത് AGS എൻ്റർടൈൻമെൻറ്റിൻ്റെ പടമായിട്ട് മുന്നേ അനൗൺസ് ചെയ്ത പടമാണ്. അശ്വത് മാരിമുത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ എടുക്കുന്ന പടം. AGS എൻ്റർടൈൻമെൻറ്റ് 27ാമത്തെ പടം. എന്തായാലും ഈ പടം 2026 സമ്മറിന് എന്ന് വെച്ചാൽ 2026 ഏപ്രിൽ ആ സമയത്തൊക്കെ ആയിരിക്കും റിലീസാകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതിൽ ആളുടെ ക്യാരക്ടറായിട്ട് ഗോഡ് ഓഫ് ലവ് എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഈ പോസ്റ്ററിൻ്റെ പിന്നിലുള്ള എന്ന് വെച്ചാൽ BTS ആയിട്ടുള്ള ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ കമൽഹാസൻ്റെ കൂടെ STR എന്നിട്ടുള്ള ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. തഗ് ലൈഫ് എന്ന് പറഞ്ഞ പടത്തിൽ STR ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്. എന്തായാലും തഗ് ലൈഫ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്തുനിന്ന് ബർത്ത്ഡേ വിഷയമുള്ള ഒരു വീഡിയോ പുറത്തിറക്കിയിരുന്നു, അതിലത്തെ ഒരു ഫോട്ടോ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. എന്തായാലും പിന്നെ വിടാമർച്ചി എന്ന് പറഞ്ഞ പടത്തിൻ്റെ 3 days to go പോസ്റ്റർ ഉണ്ട്. പിന്നെ പടത്തിൻ്റെ 2 days to go പോസ്റ്റർ ഇന്നലെ വന്നിട്ടുണ്ട്. പിന്നെ പടത്തിൻ്റെ എല്ലാ പരിപാടികളും മിക്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ലോക്ക്ഡ് ആൻഡ് ലോഡഡ് ആയതിൻ്റെ ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ കാണിക്കാം സ്ക്രീനിൽ. പിന്നെ പടം ഇപ്പോൾ ഒരു 15 കോടിയുടെ മുകളിലേക്ക് പ്രീ സെയിൽസ് കടന്നിരിക്കണം. അതിൽ 10 കോടിയോളം തമിഴ്നാട്ടിൽ മാത്രമാണ് ആയിട്ടുള്ളത്. എന്തായാലും കുറച്ച് സ്റ്റിൽസോ കിട്ടിയിട്ടുണ്ട് വേറെ, അത് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ മമ്മൂട്ടിയുടെ അടുത്തൊരു പടം എടുക്കാൻ പോകുന്നത് നിതീഷ് സഹദേവ് ആയിരിക്കും എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഫാലിമി എന്ന് പറഞ്ഞിട്ടുള്ള പടം എടുത്ത ആൾ. ഈ പടത്തിൽ വിഷ്ണു വിജയ് ആയിരിക്കും മ്യൂസിക് ചെയ്യാന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും ഒരു മാസ് പടമാണ്, എക്സ് എൻ്റർടൈനർ ആയിട്ട് വരുന്ന പടമാണ്. ഷൂട്ട് മിക്കവാറും ഈ മെയിലൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ആവുന്നുള്ളതാണ് കേൾക്കുന്നത് ഈ 2025 തന്നെ. പിന്നെ അൽഫോൺസ് പുത്രൻ പടത്തിൽ ഒരു ക്യാരക്ടർ ചെയ്യുന്ന നല്ല രീതിയിൽ കേൾക്കുന്നുണ്ട്. എന്തായാലും പടം ഗംഭീരമായി വരട്ടെ. പിന്നെ തളപതി 69 എന്ന് പറഞ്ഞ പടത്തിൻ്റെ റിലീസ് ഒക്ടോബർ 2025 തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് കേൾക്കുന്നത്. പൊങ്കലിക്കൊന്നും ആവില്ല 2026 എന്നുള്ളത് കേൾക്കുന്നുണ്ട് ഇപ്പോൾ.
മുന്നേ കേട്ടായിരുന്നു പൊങ്കൽക്കാവുന്നുള്ളത്, അതാവില്ല എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ പടത്തിൽ 4 സോങ്ങാണ് മൊത്തത്തിലുള്ളത്. അതിൻ്റെ 2 ഷൂട്ട് കംപ്ലീറ്റ് ആയിരിക്കുന്നു, 2 കൂടി ഇനി പെൻഡിങ് ഉണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. ഷൂട്ടായി എന്തായാലും ഇപ്പോൾ 40% ഇനി ഷൂട്ട് ബാക്കിയുള്ളത്, 60% കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ അടുത്ത ഷെഡ്യൂൾ വലിയ ഷെഡ്യൂളാണെന്നുള്ളതാണ് കേൾക്കുന്നത്. ഈ മാസം തുടങ്ങി എന്നുള്ള രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ പടത്തിലെ ആളുടെ പേര് MGR എന്നുള്ളതായിരിക്കും എന്നുള്ള ആൾക്ക് കേൾക്കുന്നത്. പിന്നെ ഈ പടത്തിൻ്റെ ഫസ്റ്റ് സിംഗിൾ ഈ ഫെബ്രുവരി 14 ഉണ്ടാവും എന്നുള്ള കേൾക്കുന്നുണ്ട്. എന്തായാലും കണ്ടറിയാം. ഇപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക്. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.